എൻ്റെ പേര് സ്നേഹ. ഞാൻ ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുന്നു. ഞങ്ങൾക്ക് അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. അമ്മാവ മരിച്ചുപോയി. ഞങ്ങളുടെ അമ്മ കളഞ്ഞു പോയ ശേഷം അമ്മാമ്മയോട് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം അച്ഛനും ഇല്ല. ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ഇതാണ്. ഞങ്ങൾക്ക് എത്ര ഒരു വീട് വേണം. എൻ്റെ പേര് സാന്ദ്ര. ഞാനിപ്പോൾ +2 പഠിക്കുവാണ്. ഞങ്ങളെ കൊച്ചിലെ തന്നെ അമ്മ കളഞ്ഞിട്ട് പോയി. പിന്നെ അതല്ലാതെ അച്ഛൻ ഇപ്പം നോക്കുന്നില്ല. ഇപ്പം ഞങ്ങൾ നോക്കാൻ ആരുമില്ല. വീടിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഒരു നല്ലൊരു വീട് വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അമ്മാമ്മയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അമ്മമ്മ 2 വർഷം മുന്നേ മരിച്ചുപോയി. ഇന്നലെ രാത്രിയിലാണ് ആ വലിയ മഴയത്ത് ഈ വീടിൻ്റെ കുറേ ഭാഗം ഇടിഞ്ഞു വീണ് പോയത്. 2 കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. എൻ്റെ അമ്മ നേരത്തെ ഒരു 12 വർഷമായി അവർ ഉപേക്ഷിച്ച് പോയിട്ട് എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അച്ഛൻ ഒരാളുണ്ടായിരുന്നൊരു തമിഴ്നാട്ടുകാരനായിരുന്നു. പുള്ളി ഇപ്പോൾ 2 വർഷം കൊണ്ട് ഇങ്ങോട്ട് ഇവിടെ വരുന്നില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണെന്നാണ് ആക്കാൻ അറിയാൻ കഴിഞ്ഞത്. ഞാൻ പുള്ളിയെ പല പ്രാവശ്യം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഏതായാലും ഈ കുട്ടികൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. വളരെ അപകട അവസ്ഥയിലാണ് ഈ വീടിൻ്റെ അടിസ്ഥാനം ഉൾപ്പെടെ ഇല്ലാത്തൊരു വീട്. പിന്നെ കുറേ ഭാഗം മണ്ണ് വെപ്പാണ്. അപ്പോൾ ഈ മണ്ണ് ഈ മഴ സമയത്ത് മഴ പെയ്ത് ചുറ്റെല്ലാം നനഞ്ഞ് കുറേ ഭാഗം രാത്രിയാണ് ഇടിഞ്ഞു വീഴും. നന്നായി പഠിക്കുന്ന 2 മക്കളാണ് അവിടെ താമസിക്കുന്നത്. മറ്റ് യാതൊരുവിധ ആശ്രയങ്ങളും ഇല്ലാത്തൊരവസ്ഥയാണ് അവർ ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. തൊട്ടടുത്ത് താമസിക്കുന്ന അവർ വലിയവ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു സഹായത്തിന്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്ന സഹായം എല്ലാവരുടെയും കൂടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇവർക്കൊരു വീട് വെച്ച് കൊടുക്കുന്നതിന് കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വാർത്ത കാണുന്ന ഉദാരമതികളായ ആളുകൾ അവരെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. Jangan